الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وأصحابه أجمعين. سورة هود 62 സൂക്തം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا يا صالح قد كنت فينا مرجوا قبل هذا أتنهانا أن نعبد ما يعبد آباؤنا وإننا لفي شك مما تدعونا إليه مريب. ഖാലു അവർ പ്രതികരിച്ചു, യാ സ്വാലിഹ് അലയാ സ്വാലിഹ് ഖദ് കുന്ത ഫീന, ഖദ് കുന്ത നീ ആയിരുന്നു, ഫീന ഞങ്ങളിൽ, മർജുവൻ പ്രതീക്ഷയുള്ളവൻ, ഖബ്ല ഹാദ ഇതിനു മുമ്പും, അതൻഹാന നീ ഞങ്ങളെ തടയുകയാണോ വിരോധിക്കുകയാണോ, അൻ നഅ്ബുദ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, മാ യഅ്ബുദു ആബാഉന ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്നതിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടയുകയാണോ. വ ഇന്നനാ തീർച്ചയായും ഞങ്ങൾ ലഫീ ഷക്കിൻ സംശയത്തിലാണ്, മിമ്മാ തദ്ഊന നീ വിളിക്കുന്ന വിഷയത്തിൽ, തദ്ഊന ഇലൈഹി നീ ഏതൊന്നിലേക്ക് വിളിക്കുന്നുവോ ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, സംശയമുണ്ട്. മുരീബ് സങ്കീർണമായ സംശയം. ഒന്നുകൂടെ അർത്ഥം പറയും. ഖാലു അവർ പറഞ്ഞു, യാ സ്വാലിഹു ഓ സ്വാലിഹ് ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദ ഇതിനു മുമ്പ് നീ ഞങ്ങളിൽ ഏറെ പ്രതീക്ഷയുള്ളവനായിരുന്നു. ഖദ് കുന്ത ഫീന മർജുവൻ ഖബ്ല ഹാദ ഇതിനു മുമ്പ് നീ ഞങ്ങളിൽ ഏറെ പ്രതീക്ഷയുള്ളവനായിരുന്നു. അതൻഹാന അൻ നഅ്ബുദ മാ യഅ്ബുദു ആബാഉന ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടയുകയാണോ. വ ഇന്നനാ ലഫീ ഷക്കിൻ മിമ്മാ തദ്ഊന ഇലൈഹി മുരീബ് നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് ക്ഷണിക്കുന്നുവോ വിളിക്കുന്നുവോ അതിൽ ഞങ്ങൾ വളരെ സങ്കീർണമായ സംശയത്തിലാണുള്ളത്. പ്രവാചകന്മാരെല്ലാവരും ജനങ്ങളെ ഉത്ബോധിപ്പിച്ചിരുന്നതിൽ ഏറ്റവും മുഖ്യമായതും ഒന്നാമത്തേതും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൽ അംബിയാഉ മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞാൻ പറഞ്ഞ വാക്യങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത്, എൻ്റെ മുമ്പേ കഴിഞ്ഞു പോയ പ്രവാചകന്മാർ പറഞ്ഞതിലും ഏറ്റവും മുഖ്യമായത് അഫ്ളൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യമാണ്. അതാണ് എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശത്തിൻ്റെ മുഖ്യ അടിസ്ഥാനം. അതിലൂന്നി നിന്നുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഏകദൈവത്വം, അള്ളാഹുവാണ് ആരാധ്യൻ എന്നത്, അള്ളാഹുവിനെയാണ് ഇബാദത്ത് ചെയ്യേണ്ടതെന്നത്, അതാണ് മുഖ്യമായും എല്ലാവരും ഊന്നി പറഞ്ഞിരുന്നത്. സ്വാലിഹ് നബി അലൈഹിസ്സലാമയും സ്വാഭാവികമായും പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാലിഹുൻ റസൂലുള്ളാഹ്. അങ്ങനെയാണല്ലോ അന്നത്തെ കാലത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാലിഹുൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പോൾ ഈ കാര്യം പറയുന്നതോടുകൂടി അവർക്ക് മനസ്സിലാവുകയാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിച്ചുകൂടൂ, അള്ളാഹുവിനെ വണങ്ങിയാണ് ജീവിക്കേണ്ടത്. ഇത് പറയുമ്പോൾ അവർ പറയും, ഇതുവരെ ഇയാൾ തിരക്കടുണ്ടായിരുന്നില്ല. ഒരു പ്രവാചകൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ശാരീരികമായും ബുദ്ധിപരമായും ചിന്താപരമായും ആ പ്രദേശത്തുള്ള എല്ലാവരെക്കാളും യോഗ്യതയുള്ള ആളായിരിക്കും.
അല്ലാതെ വൈകല്യമുള്ള ന്യൂനതയുള്ള ആളുകളെ അല്ല അല്ലാഹു തആല പ്രവാചകന്മാരായി നിയോഗിക്കും. മൂസാ നബി അലൈഹി സ്വലാമയുടെ കാര്യത്തിൽ മാത്രം അദ്ദേഹം എനിക്ക് വേണ്ടത്രയാണ് സംസാരിച്ച് ഫലിപ്പിക്കാൻ വയ്യ, അതുകൊണ്ട് ഹാറൂനെ കൂടി നിശ്ചയിച്ചു തരണം. പക്ഷെ പിൽക്കാലത്ത് മൂസാ നബി അലൈഹി സ്വലാം ഫിറഔനുമായി സംവാദമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാലിഹ് നബി അലൈഹി സ്വലാം വളർന്നു വരുന്നൊരു യുവാവെന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ, അദ്ദേഹത്തിൻ്റെ ആസൂത്രണം, അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം എല്ലാം കണ്ടിട്ട് അവർ വിചാരിച്ചിരുന്നു ഇവനെ കൊണ്ട് ഞങ്ങൾക്ക് ഗുണമുണ്ടാകും, ഈ നാട്ടിലൊരു നേതാവാകാൻ, ഈ നാട്ടിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് നിവൃത്തി ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ളൊരു നേതാവിന് നമുക്ക് ആവശ്യമുണ്ട്. അത് അവർ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ഏതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? എല്ലാവർക്കും അല്ലമീനായിരുന്നല്ലോ അദ്ദേഹം, എല്ലാവർക്കും അല്ലമീനായിരുന്നു. അബൂജഹലിനും അബൂലഹബിനും റുത്തബക്കും ഷെയ്ബക്കും ഒക്കെ അല്ലമീൻ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ടല്ലോ. ഏറ്റവും മുഖ്യമായ ഉദാഹരണമാണ് കഅബ പുനർനിർമ്മാണത്തിൽ ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്ത് വെക്കുന്ന വിഷയത്തിലുണ്ടായ തർക്കത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടുന്നതും രമ്യമായൊരു വാളെടുക്കലിലേക്ക്, ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് അവരെത്തുമ്പോൾ അതിൽ നിന്ന് ആ ഖുറൈശികളെ രക്ഷപ്പെടുത്തിയത് മുഹമ്മദ് നബിയുടെ തന്ത്രപരമായ യുക്തിപരമായ ഇടപെടലാണ്. എന്ന് വെച്ചാൽ അവർ കഅബയുടെ മൂലക്ക് ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ സമയത്ത് അവർ തർക്കിക്കാൻ തുടങ്ങി. ഞങ്ങൾ വെക്കണം, അങ്ങനെ തർക്കിക്കാൻ. അവരുടെ തർക്കം വളരെ പെട്ടെന്ന് വാളെടുക്കുന്നതിലേക്ക് എത്തും. പിന്നെ അവർക്ക് തന്നെ ഒരു ബുദ്ധി വന്നു, ഈ നാട്ടിൽ നമ്മുടെ ഈ പരിസരത്തേക്ക് ആരാണ് ആദ്യം വരുന്നത് വെച്ചാൽ അയാളെ കൊണ്ടാണ് വെപ്പിച്ചാലോ, ആയിക്കോട്ടെ. അങ്ങനെ ഒരു മധ്യസ്ഥതയിലെത്തുകയാണ് അവർ. അങ്ങനെ തീരുമാനിച്ചത്. കുറച്ചു നേരം അവരിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ കടന്നു വരുന്നത് ആരാ? മുഹമ്മദ്. അന്ന് നബി ആയിട്ടില്ലല്ലോ, അദ്ദേഹം കടന്നു വരിക. അപ്പോൾ അവർ സന്തോഷത്തോടു കൂടി തുള്ളിച്ചാടി പറയുക, ഹദാ മുഹമ്മദ്, ഹദാ അല്ലമീൻ, ഇതാ മുഹമ്മദ് വരുന്നു, അല്ലമീൻ വരുന്നു. പിന്നെ അവർക്കൊരു തർക്കമില്ല, അവർക്കൊരു എതിർപ്പുമില്ല. കഅബ അദ്ദേഹത്തിന് ഹജറുൽ അസ്വദ് അദ്ദേഹത്തെ കൊണ്ട് എടുത്തു വെപ്പിക്കണം. അദ്ദേഹമാണെങ്കിലോ അല്പം കൂടി അവരുടെ വികാരം മനസ്സിലാക്കിയിട്ട് ഒരു മുണ്ട് വിരിച്ചിട്ട് അതിൽ ഹജറുൽ അസ്വദ് എടുത്തു വെച്ചിട്ട് എല്ലാവരോടും കൂടി അതിൻ്റെ മൂല പിടിക്കാൻ പറഞ്ഞു. എല്ലാവരും കൂടി ആ മുണ്ട്, അപ്പോൾ എല്ലാവരും കൂടി ആ സ്ഥാനത്തേക്ക് പൊന്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകളെ കൊണ്ട് അവിടേക്ക് എടുത്തു വെച്ചു. ഇങ്ങനെ ഈ നബിയെയാണ് പിൽക്കാലത്ത് അവർ കള്ളനാണെന്ന് പറഞ്ഞത്, കവിയാണെന്ന് പറഞ്ഞത്, ഭ്രാന്തനാണെന്ന് പറഞ്ഞത്, ഇതേ കഅബയുടെ പരിസരത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ചത്, ചതിയിലൂടെ കൊല്ലാൻ നോക്കിയത്, നാട് വിട്ട് ഓടാൻ നിർബന്ധിച്ചത്. ഇതന്നെ ഇവിടെ സാലിഹ് നബി അലൈഹി സ്വലാമയുടെ കാലത്തിൽ അതിൻ്റെ മുമ്പുണ്ടായത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അവർക്ക് വലിയ ആവേശമായിരുന്നു, വലിയ താല്പര്യമായിരുന്നു. ഞങ്ങൾക്കിതാ ഒരു പുതിയ നായകൻ ഉദയം ചെയ്തു വരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോടുകൂടി നിങ്ങളുടെ ഈ പ്രതിമകളെയും പ്രതിഷ്ഠകളെയും ബഹുദൈവത്വത്തെയും ഉപേക്ഷിക്കണമെന്ന് അവരോട് പറയുന്നതോടുകൂടി, അള്ളാഹുവിൻ്റെ അടിമകളാകണം, അള്ളാഹുവിൻ്റെ അടിമത്വം അംഗീകരിക്കണം എന്ന് പറയുന്നതോട് കൂടിയിട്ട് അവർ പറഞ്ഞു, യാ സ്വാലിഹു ഖദ് കുൻത ഫീനാ മർജു, ഞങ്ങളിൽ ഇതുവരെ നീ വലിയ പ്രതീക്ഷ പുലർത്തിയ ആളായിരുന്നു. നിന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഞങ്ങൾക്കിതാ ഒരു നായകൻ ഉദയം ചെയ്തിരിക്കുന്നു, നിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാം, നിൻ്റെ കീഴിൽ ഞങ്ങൾക്ക് ഒരുപാട് ക്ഷേമകാര്യങ്ങൾ നടത്താമെന്നൊക്കെ ആഗ്രഹിച്ചതാണ് ഞങ്ങൾ. പക്ഷേ ഇപ്പോൾ നീ ഇതാ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ദൈവങ്ങളെ ഒന്നും ആരാധിച്ചുകൂടാന്ന്, അല്ലേ? കാപ്പപ്പാറായിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്ന ആചാരങ്ങളെ മുഴുവനും ഉപേക്ഷിക്കണമെന്ന് എന്നല്ലേ നീ പറയുന്നത്? അതാണ് ഒരു പറഞ്ഞ ഖദ് കുൻത ഫീനാ മർജുവൻ. റജാ എന്ന പ്രതീക്ഷ, റജ ആഗ്രഹിച്ചു, റാജി ആഗ്രഹിക്കുന്നവൻ, മർജു ആഗ്രഹിക്കപ്പെടുന്ന വസ്തു. നിന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു, വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. ആഗ്രഹമുണ്ടായിരുന്നു പറഞ്ഞാൽ നിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ഇവിടെ വലിയ ശക്തിയുള്ളൊരു സമൂഹമായി വാഴാമെന്ന് വിചാരിച്ചിരുന്നു. നിന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളുണ്ടായിരുന്നത്. അതാണ് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതോട് കൂടിയിട്ട് അവർ അദ്ദേഹത്തോട് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു എന്നല്ല, ക്രമപ്രവൃദ്ധമായി അദ്ദേഹത്തിൻ്റെ ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോൾ അവർ പറയുന്നത് ഖദ് കുൻത ഫീനാ മർജുവൻ, നീ ഞങ്ങളിൽ പ്രതീക്ഷ പുലർത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു. ഖബ്ല ഹാദാ, ഇതിനു മുമ്പ്. ഏതിനു മുമ്പ്? ഈ നബിയായി കാര്യങ്ങൾ പറയുന്നതിൻ്റെ മുമ്പ്. തൻഹാന, നഹി ചെയ്യുക, നീ ഞങ്ങളെ തടയുകയാണല്ലേ, നീ ഞങ്ങളെ വിരോധിക്കുകയാണല്ലേ,
അൻ നഅ്ബുദ ഞങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന് മാ യഅ്ബുദു ആബാഉന ഞങ്ങളുടെ പൂർവികരായ പിതാക്കളൊക്കെയും ആരാധിച്ചിരുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടയുന്നുവോ? വ ഇന്നനാ തീർച്ചയായും ഞങ്ങൾ ലഫീ ഷക്കിൻ, ഷക്ക് പറഞ്ഞെന്താ? സംശയം. റൈബ് പറഞ്ഞെന്താ? അതും സംശയം. ഷക്കും റൈബും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റൈബ് എന്ന് പറഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിൽ സംശയത്തിന് വഴുതില്ലാത്ത വണ്ണമുള്ള കാര്യം എന്നല്ല. ആ റൈബ ഫീലി ഹുദല്ലിൽ മുത്തഖീൻ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടത്. ഇവിടെ ഷക്ക് എന്ന് പറഞ്ഞതിൻ്റെ പുറമെ അതിൻ്റെ അവസാനം മുരീബ് എന്നും പറഞ്ഞു. റൈബ് ഉണ്ടാക്കുന്നത് ഷക്കും മുരീബും കൂടെ ഒരുമിച്ച് വന്നാൽ വലിയ ആശയക്കുഴപ്പത്തിലും സങ്കീർണമായ സംശയത്തിലും അകപ്പെട്ടു എന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഇവിടെ സങ്കീർണമായ ആശയക്കുഴപ്പത്തിൽ അകപ്പെടേണ്ട ഒരു വിഷയമൊന്നുമില്ല. അവർ പ്രതീക്ഷിച്ചത് മാതിരിയല്ല സാലിഹിൻ്റെ നിലപാടും ഇടപാടും എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു ന്യായം പറയാണ്. നിന്റെ കാര്യത്തിൽ ലഫീ ഷക്കിൻ ഞങ്ങൾ സംശയത്തിലാണ്. മിമ്മാ തദ്ഊന നീ വിളിക്കുന്ന കാര്യത്തിൽ ഇലൈഹി ഏതെന്നിലേക്കാണ് നീ വിളിക്കുന്നത്? അള്ളാഹുവിലേക്ക്, അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിക്കേണ്ടതിലേക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിലേക്ക്, അള്ളാഹുവിൻ്റെ നിയമം പാലിക്കേണ്ടതിലേക്ക്. അതിലൊക്കെ നീ ഇപ്പോൾ വിളിക്കാൻ തുടങ്ങിയപ്പോൾ നിന്നെ സംബന്ധിച്ച് ഏറെ ആഗ്രഹം വെച്ച് പുലർത്തിയിരുന്ന ഞങ്ങൾ ഷക്കിം മുരീബിൽ അകപ്പെട്ടിരിക്കുന്നു. സങ്കീർണമായ ആശയക്കുഴപ്പത്തിൽ. അതാണ് ഷക്കുൻ എന്നുള്ളതിൻ്റെ വിശേഷണമായിക്കൊണ്ട് അതിൻ്റെ അവസാനം മുരീബ് എന്ന് കൂടെ കൊടുത്തിരിക്കുന്നത്. ഇന്നനാ തീർച്ചയായും ഞങ്ങൾ ലഫീ ഷക്കിം മിമ്മാ തദ്ഊന ഇലൈഹി നീ ഞങ്ങളെ ഏതൊന്നിലേക്ക് വിളിക്കുന്നുവോ അക്കാര്യത്തിൽ ഞങ്ങൾ ഷക്കും മുരീബിലാണ്, വളരെ ആശയക്കുഴപ്പത്തിലകപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ തള്ളാൻ വയ്യ, പിന്നെ നീ പറയുന്നതിനെയാണ് തള്ളാൻ കഴിയുക. അപ്പം ഇങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങൾ. നീ നല്ല കുട്ടിയായിരുന്നു ഇതുവരെ, നീ നല്ല കുട്ടിയായിരുന്നു, ഇപ്പം നീ പുത്തംപ്രസ്ഥാനക്കാരനായി. അപ്പം എൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അതുകൂടെ അർത്ഥം പറഞ്ഞ് നമുക്ക് നിർത്താം. ഖാലു അവർ പറഞ്ഞു, യാ സ്വാലിഹു അല്ലയോ സ്വാലിഹ് ഖദ് കുൻത ഫീനാ മർജൂവൻ ഖബ്ല ഹാദാ ഇതിനൊക്കെ മുമ്പ്, ഈ ദഅവത്തുമായി വരുന്നതിന് മുമ്പ്, ഈ ദൗത്യവുമായി വരുന്നതിന് മുമ്പ് നീ ഞങ്ങളിലേറെ പ്രതീക്ഷയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. തൻഹാന നഅ്ബുദമായ അഅ്ബുദു ആബാഉന അബു എന്നുള്ളതിന് ബഹുവചന പൂർവികർ അല്ലെങ്കിൽ പൂർവ്വ പിതാക്കൾ, ഞങ്ങളുടെ പൂർവികർ ആരാധിക്കുന്നതിനെ ഞങ്ങളും ആരാധിക്കുന്നതിൽ നിന്ന് നീ ഞങ്ങളെ തടയുകയാണോ? വ ഇന്നനാ ലഫീ ഷക്കിൻ മിമ്മാ തദ്ഊന ഇലൈഹി നീ ഏതെന്നിലേക്ക് ഞങ്ങളെ വിളിക്കുന്നുവോ ആ വിഷയത്തിൽ മുരീബ് ഞങ്ങളേറെ സങ്കീർണമായ സംശയത്തിലാണുള്ളത്. ഈ ഷക്കിൻ മുരീബ് അവസാനം കൊടുത്തിരിക്കുക. നീ ഞങ്ങളെ വിളിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സങ്കീർണമായ സംശയത്തിലാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശയലേശമന്യേ അവൻ്റെ നിയമങ്ങൾ പാലിച്ചും അംഗീകരിച്ച് വിശ്വസിച്ച് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകണം. നാഥ, ഞങ്ങളിലെ രോഗികൾക്ക് നീ ശിഫ നൽകുമാറാകണേ രക്ഷിതാവേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ചിലരുടെയൊക്കെയെങ്കിലും കുടുംബാംഗങ്ങൾ എല്ലാവർക്കും നീ ഇഹത്തിലും പരത്തിലും രക്ഷ നൽകുമാറാണ്. എല്ലാവർക്കും നീ പരലോകത്ത് മോക്ഷം നൽകുമാറാവണം. അവരെയും ഞങ്ങളെയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണേ രക്ഷിതാവേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി